ഇത് വെച്ചിട്ടുള്ളത്. ഇത്രയും കാലം ഇങ്ങനെ സിസ്റ്റം ഈ കമ്പനി ഉണ്ടായിരുന്നില്ല. കാരണം ഇത് നമ്മൾ ആദ്യത്തെ അല്ല. ഇവിടെ മുമ്പൊരു കേച്ചേരി ഫിനാൻസ് ഒരു കേസിൽ ഇങ്ങനെ പ്രോബ്ലം വന്നിട്ടുണ്ടായിരുന്നു. അവരിങ്ങനെ സ്കീം കൊടുത്തിട്ട് കോടതി അംഗീകരിച്ചു. ചർച്ചയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ കേസും. അത് പ്രകാരമാണ് ഞാൻ ഈ കേസ് കൊടുക്കാനുള്ള കാരണം. അപ്പൊ കോടതി അംഗീകരിക്കുന്നുണ്ട്. ഇതിന്റെ കാര്യങ്ങൾ തീരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഈ പറയുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് വന്ന് തീർക്കുകയാണെങ്കിൽ നല്ലത്. അല്ലെങ്കിൽ ആരൊക്കെയാണോ വന്നത് അവർക്ക് പൈസ കൊടുക്കുകയും അല്ലാത്ത ആളുകൾ കൊടുക്കാനുള്ള കമ്പനിയുടെ കണക്ക് പ്രകാരമുള്ള ഈ കൂപ്പൺ പ്രകാരമുള്ള പൈസ മാറ്റി വെച്ച് തീർക്കാനുള്ള അവസ്ഥയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പലതും സംസാരിച്ച് നിങ്ങൾ തീരുമാനം എടുത്തിട്ട് അറിയിക്കുക. അതായത് നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? ഒറ്റ മിനിറ്റ്. നിങ്ങളോട് ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞിരുന്നു, നിങ്ങളുടെ ഒരു അഫിഡവിറ്റ് താഴോ ഞങ്ങൾ നിങ്ങളുടെ പൈസ തരാൻ തയ്യാറാണ്. ജസ്റ്റിസ് ഗോപിനാഥ് സാർ പറഞ്ഞത് പ്രകാരം സെറ്റിൽമെന്റാണ് നിങ്ങളെ വിളിക്കുന്നത്. അന്നേരം നിങ്ങളെല്ലാവരും പരസ്പരം അങ്ങോട്ടും പറഞ്ഞറിഞ്ഞു. എന്നെ വിശ്വാസമില്ല, എന്റെ വാക്കിന് വിശ്വാസമില്ല, സീന മേഡം പറ്റിക്കും, അങ്ങനെ ഇങ്ങനെയാണ്. അപ്പൊ സീന മേഡം നിങ്ങളെ പറ്റിക്കുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഞാനായിട്ട് പോയി കോടതിയിൽ അങ്ങോട്ട് പറഞ്ഞത്. എന്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്ത് വെച്ചോളാം. എന്റെ അക്കൗണ്ടിൽ നിന്ന് കോടതിയിൽ പൈസ എടുത്ത് വെക്കാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ വന്നത് മേടിച്ചു വെക്കും. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള. എനിക്കൊരാളെ പറ്റിക്കും വേണ്ട, ഒരാളെ വേണ്ട. അപ്പൊ ഇതിൽ വേണമെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്ത് അഡ്വക്കേറ്റ് മുഖേന കോർട്ടിൽ ഒരു അഫിഡവിറ്റ് കൊടുത്താൽ പൈസ മേടിക്കേണ്ട കാര്യങ്ങളൊക്കെ നിന്നേക്കും. ശരി ശരി സീന മേഡം. പക്ഷെ നമുക്ക് നിങ്ങളുമായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. നമുക്ക് സാമ്പത്തികം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾ തീർന്നു. ഇതിനെ വേണ്ടിട്ട് നമ്മൾ നിങ്ങളെ ഒരു 4-5 മാസമായിട്ട് നിങ്ങൾ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഞാനായിട്ട് തന്നെ ഇപ്പൊ കോടതിനെ അറിയിച്ചതാണ്. ഞാൻ തയ്യാറാണ് എന്റെ പൈസ എടുത്തത്. അംഗീകരിക്കുന്നു. ഓക്കെ, നല്ല കാര്യം. അതേപോലെ അഡ്വക്കേറ്റ് ദീപക് സാർ പറഞ്ഞത് നല്ല കാര്യം. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് തയ്യാറാണ്. നിങ്ങൾ പൈസ നോട്ടീസ് പ്രൊവൈഡ് ചെയ്യാൻ കോടതി പറഞ്ഞിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നോട്ടീസ് കൈപ്പറ്റി എല്ലാവരും കോടതിയിൽ വന്ന് പൈസ മേടിച്ചു വെക്കും. ഡിജിറ്റൽ എമൗണ്ട് മാത്രമാണോ ബാക്കി നമ്മള് എമൗണ്ട് സംഭവം എങ്ങനെയാണ്? മേഡം, ഈ സാഹചര്യത്തില് നിങ്ങൾ തന്നെ കഴിച്ച് ബാക്കി പൈസ മാത്രം കിട്ടുള്ളൂ. അന്നേരം ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് അടക്കം കിട്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ നിങ്ങൾ തന്നെ പൈസ കഴിച്ച് ബാലൻസ് പൈസ കിട്ടുള്ളൂ. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ അഫയറിന്റെ ടോട്ടൽ ഫിഗർ ഞാൻ ഇന്ന് കോർട്ടിൽ കൊടുത്തിട്ടുണ്ട്. 7.5 കോടി രൂപ അക്കൗണ്ടിന് ഇൻട്രസ്റ്റ് ചെയ്യും. ഇനി നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. നിങ്ങളോട് ഞാൻ 5 മാസം എല്ലാവരും പുറകിൽ നടന്നത്. എനിക്ക് ആരും ചതിക്കാൻ താല്പര്യം ഇല്ലാത്ത കാരണമാണ് ഞാൻ നിങ്ങളുടെ പുറകിലൊക്കെ കയ്യും കാലും പിടിച്ച് നടന്നത്. ഞാൻ ശേഷം നേരത്തെ വിളിച്ചത് ഇൻട്രസ്റ്റ് അടക്കം തരാന്ന് പറഞ്ഞിട്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ കമ്പനി എത്രയും പെട്ടെന്ന് വരണം, എല്ലാവരും പൈസ കൊടുക്കണം, ഏക ആഗ്രഹം മാത്രമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ഞാൻ തന്നെ ഇന്ന് കോടതിയിൽ പുതിയൊരു സ്കീമും ഉണ്ടാക്കി. ഈ സ്കീം പ്രകാരം ഞങ്ങൾ നിങ്ങളുടെ പൈസ തരാൻ തയ്യാറാണെന്ന് കോടതിനെ അറിയിച്ച് കോടതിയോട് തന്നെ ഒരു റിട്ടേൺ ജഡ്ജിനെ വെച്ച് നിങ്ങളുടെ പൈസ ഞങ്ങളുടെ അക്കൗണ്ടിൽ ഒരു അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ട് നിങ്ങളെ വിളിച്ച് നിങ്ങൾക്ക് തരാൻ ഞങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് കോർട്ടിന്. അത് പ്രകാരം കോർട്ടിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നോട്ടീസ് വരും. പോലീസുകാർ നിങ്ങളെ വിളിക്കും. നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ പോസ്റ്റ്പോണ്ട് ചെയ്യാൻ നിങ്ങളുടെ പൈസ മേടിക്കുക. എന്നെ സംബന്ധിച്ച് ഇതോട് കൂടി ഞാൻ എന്റെ പൈസ കോടതിയിൽ കെട്ടുന്നതോടുകൂടി എന്റെ കേസ് ക്ലോസ് ആവാണ്. ഹലോ മേഡം. ഹലോ 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 മേഡം. ഹലോ സീന. ഹലോ സീന. പറഞ്ഞു മാം. അതായത് ഇപ്പൊ ഞമ്മൾക്ക് നിങ്ങൾക്ക് അറിയല്ലോ, ഞാൻ ഇട്ടതല്ലാതെ പൈസ ഒരു പൈസ കിട്ടിയിട്ടാന്നറിയാമല്ലോ. കൂട്ടിപ്പോയതല്ലോ. നിങ്ങള് ഇട്ട പൈസ തിരിച്ച് നിങ്ങൾ തരാനുള്ള പൈസ തിരിച്ച് നിങ്ങളുടെ ഡാറ്റ കോർട്ടിൽ കൊടുത്താൽ നിങ്ങൾക്ക് ചുരുങ്ങിയ ദിവസം കിട്ടി. നമുക്ക് അതിന്റെ ലാഭം കിട്ടില്ല നിങ്ങൾക്ക് അറിയാമല്ലോ. നമുക്ക് മേഡം, നിങ്ങൾക്ക് അന്ന് ലാഭടക്കം തരാനാണ് നമ്മൾ നിങ്ങളെ നേരിട്ട് വിളിച്ചിരുന്നത്. നമ്മളായിട്ട് കോടതിയിൽ കൊടുക്കാന്ന് പറഞ്ഞിരുന്നത്. അപ്പോഴൊന്നും നിങ്ങൾ ആരും വില്ലിങ് ആയില്ല. എന്നെ സംബന്ധിച്ച് ഈ കമ്പനി തുറക്കണേ നിങ്ങളെ കയ്യും കാലം പിടിച്ചെന്നാണ് എനിക്ക് ദിവസം കളയാനില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ ഫെയറിന്റെ പൈസ നമ്മളായിട്ട് കോടതിയിൽ കൊടുത്തത്. അല്ല, അങ്ങനെ നമുക്കില്ലേ കിട്ടുന്ന അങ്ങനെ ഒരു ഉറപ്പ് നമുക്ക് ഉണ്ടെങ്കിൽ മേഡം നിങ്ങളുടെ പൈസ എന്തായാലും കിട്ടുന്നുണ്ടോ നമ്മുടെ അഡ്വക്കേറ്റിന് കൊടുക്കാം. അല്ല, നിങ്ങൾ പൈസ കിട്ടുന്നതിന് ഉറപ്പിന് വേണ്ടിയല്ല കോടതിയല്ലേ പൈസ അലോട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ കേസ് മുന്നോട്ട് കൊടുക്കൂലേ? മാത്രമല്ലല്ലോ നമുക്ക് അതുകൊണ്ടാണല്ലോ നമ്മൾ കോടതിയിൽ കിട്ടുന്നുണ്ടല്ലോ. അതൊക്കെ എന്ത് ചെയ്യും? കോടതിയാണ് പൈസ തരുന്നത്, അല്ലാതെ വ്യക്തികളല്ല കാശ് തരുന്നത്. കമ്പനിയുടെ ഒരു പൈസ തരല്ലോ, ബാങ്കിലുള്ള പൈസ. മനസ്സിലായി സാറേ. ഓക്കെ, കോടതി മുഖാന്തരം പൈസ കിട്ടും, ഉറപ്പാണ്. അതാണ് നിങ്ങൾ വക്കീൽ മുഖാന്തരം വരിക, കോടതിയിൽ പറയാ ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, സ്കീം കൊടുത്തു. അത് പറഞ്ഞ കോടതി ഇപ്പൊ ഓൾറെഡി ആ പലിശയുള്ള പൈസ എടുത്ത് കൊടുത്താൽ പോരെ? അപ്പൊ നിങ്ങൾക്ക് തയ്യാറായിട്ട് അത് നിന്നാൽ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ തീർക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ.
ഒരു ആളൊക്കെയാണോ ഉണ്ടെങ്കിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി. ഞങ്ങൾക്ക് നിങ്ങളുടെ പൈസ എത്രയാണ് പറഞ്ഞ ആ കാര്യങ്ങൾ കോടതി കൊടുക്കാം. അതെ, കോടതിയിൽ മെസ്സേജ് റെസ്പോണ്ട് ചെയ്യാം. ആൾക്കാർ പറയുന്നവർ മാത്രം ഞമ്മക്ക് പണം കിട്ടിയാൽ ഞമ്മക്ക് വേറൊരു ഇതുമില്ല. ഞമ്മക്ക് പണം കിട്ടിയാൽ മതി. ഇത്രയും കാലം ഇത്രയും ഒരു മിനിറ്റ് കോടതിയിൽ പൈസ കെട്ടി വെച്ച പൈസ കിട്ടും, ഉറപ്പായിട്ട് കിട്ടും. കിട്ടുമല്ലോ. ഇത്രയും കാലം ഇതിന് ഒരു വലിയ ഒരു ഒന്ന് പറയുന്നത് എന്താണ് എന്താ പറഞ്ഞ കേട്ടില്ല. എന്താ പറഞ്ഞ ഹലോ ഹലോ ആരാ സംസാരിക്കുന്നത്? ഹലോ കേൾക്കുന്നുണ്ടോ? ഒരു കേൾക്കുന്നുണ്ടോ? ഓണിയോ ഓണിയോ